ഈ വർഷം ഇതുവരെ റിലീസായത് 200-ലേറെ മലയാള ചിത്രങ്ങൾ. ബോക്സ് ഓഫീസ് തൂക്കിയ വമ്പന്മാരിൽ തുടങ്ങി വരവറിയിക്കാതെ പോയവർ വരെ ഈ വർഷത്തിൽ അടയാളപ്പെടുത്തി. 2024-ലെ മികച്ച പ്രകടനത്തിന്റെ അടുത്തെത്തിയില്ലെങ്കിലും 2025-ഉം കളറാക്കി മലയാളം സിനിമ. ചരിത്രത്തിലാദ്യമായി 300 കോടി ക്ലബ്ബിൽ ഒരു മലയാള സിനിമയെത്തി. 200 കോടി തൂക്കി 3-ഉം 50 കോടി ക്ലബ്ബിൽ 6 ചിത്രങ്ങളും നേടി. ബോക്സ് ഓഫീസിൽ തോറ്റുപോയവർ ഒരുപാടുണ്ടെങ്കിലും ചെറുതല്ല ഈ നേട്ടങ്ങൾ. മമ്മൂട്ടി ചേട്ടനോടൊപ്പം സിനിമയ്ക്ക് പിന്നിലെ ക്രൈമിന്റെ ചുരുളഴിച്ച രേഖാചിത്രം ഗംഭീര തുടക്കമാണ് 2025-ൽ മോളിവുഡിന് നൽകിയത്. പിന്നാലെ പൊന്മാനും എത്തി. അന്നോളം കണ്ടിട്ടില്ലാത്ത വിധം അഗ്രസീവായി എന്നാൽ അത്രമേൽ ആഴത്തിലുള്ള ഒരു കഥാപാത്രം അജീഷായി ജീവിച്ച ബേസിൽ ജോസഫ് എല്ലാവരെയും ഞെട്ടിക്കുകയും ചെയ്തു. റഫായ, ടോക്സിക്കായ, സങ്കീർണമായ സ്വഭാവ സവിശേഷതയുള്ള ഹരിശങ്കറും അതിനെ വെല്ലാൻ പോന്ന ക്രിസ്റ്റി എന്ന വില്ലനും ഒപ്പം ഒരു ടെറിഫിക് ഗ്യാങ്ങും. ഇവർ നേർക്കുനേർ വന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി OTTയിൽ എത്തിയപ്പോൾ പോലും അന്യഭാഷകാർ പോലും മല്ലു ഇൻഡസ്ട്രിയെ പുകഴ്ത്തി വന്നു. പിന്നെ വന്നത് മലയാളം കാത്തിരുന്ന സീക്വൽ L2 എമ്പുരാൻ. പാൻ ഇന്ത്യൻ റിലീസ്. കഥയിലും പ്രൊഡക്ഷൻ കാസ്റ്റിംഗിലും ലൂസിഫറിന്റെ ഇരട്ടി സ്കെയിലിൽ. എന്നിട്ടും ലഭിച്ചത് സമരസ പ്രതികരണം മാത്രം. ബസുക്ക് ലഭിച്ച പ്രതികരണവും മറിച്ചായിരുന്നില്ല. ഡാർക്ക് ഹ്യൂമറിന്റെ മികച്ച അറ്റൻഡന്റായിരുന്നു മരണമാസ്. ആലപ്പുഴ ജിങ്കാന വലിയ പ്രതീക്ഷയോടെ എത്തിയെങ്കിലും സമ്മർസന പ്രതികരണം മാത്രമാണ് ലഭിച്ചത്. ഖാലിദ് റഹ്മാന്റെ മുൻ ചിത്രങ്ങൾക്ക് ഒപ്പമെത്താനായില്ലെന്ന് എന്ന വിമർശനവും വന്നു. എമ്പുരാനിലെ കുറവ് തുടരും തീർത്തു. സംവിധായകൻ തരുൺ മൂർത്തി പറഞ്ഞതുപോലെ മോഹൻലാൽ ഫാൻസിന്റെ സ്ലീപ്പർ സെല്ലുകൾ ഒന്നടങ്കം തിയേറ്ററിലേക്ക് ഇളകിയെത്തി. സന്ദീപ് പ്രദീപ് എന്ന യുവതാരങ്ങളെ ഉദയമായിരുന്നു പടക്കളം. നീണ്ടുനിന്ന പരാജയങ്ങൾക്കൊടുവിൽ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ധ്യാൻ ശ്രീനിവാസൻ ആശ്വാസവുമായി. പ്രതീക്ഷയോടെ എത്തിയ നരിവേട്ടയ്ക്കും ടൊവിനോയുടെ പ്രകടനത്തിനും സമ്മിശ്ര പ്രതികരണം മാത്രം ലഭിച്ചു. വ്യസനസമേതം ബന്ധുമിത്രാദികൾ ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്തുകയും ചെയ്തു. ഇടവേളയ്ക്ക് ശേഷം സുരേഷ് ഗോപി തിരിച്ചെത്തിയ JSKയും സമ്മിശ്ര പ്രതികരണം മാത്രമായിരുന്നു. ചിറ്റൻ ചെറുതല്ലാത്ത വിമർശനങ്ങളും ഏറ്റുവാങ്ങിയിരുന്നു. ഓണം റിലീസിന് തിയേറ്ററിൽ ഏറ്റുമുട്ടാനെത്തിയത് 4 ചിത്രങ്ങൾ. ഹൃദയപൂർവ്വം, ലോക ചാപ്റ്റർ 1, ചന്ദ്ര, ഓടും കുതിര ചാടും കുതിര, മേനെ പ്യാർ കിയ. ചിത്രങ്ങൾ തമ്മിൽ വൻ ക്ലാഷാകുമെന്ന് പ്രതീക്ഷ ജനിച്ചെങ്കിലും പിന്നീട് കണ്ടത് ലോകയുടെ മാത്രം പടയോട്ടമായിരുന്നു. കേരളത്തിന് പുറത്തേക്കും ലോക തരംഗം സൃഷ്ടിച്ചു. പല നാടുകളെ തേടി ഉയരത്തിലേക്കായിരുന്നു നീലിയുടെ യാത്ര. വിമർശനങ്ങളെ നിശബ്ദമാക്കിയ കല്യാണിയുടെ പ്രകടനം. ഐതിഹ്യമാലയെ കേട്ടതും സീരീസുകൾ കണ്ടതുമായ സൂപ്പർ ഹീറോയായി. രാജ്യത്തെ തന്നെ ആദ്യത്തെ ലേഡി സൂപ്പർ ഹീറോ അവതരിച്ചു എന്ന് ദുൽഖർ സൽമാൻ പറഞ്ഞു. മലയാളത്തിൽ ആദ്യമായി 300 കോടി കളക്ഷൻ എന്ന നേട്ടം ലോകം സ്വന്തമാക്കി. വിനീത് ശ്രീനിവാസൻ ട്രാക്ക് മാറ്റാൻ നോക്കിയ സിനിമയും കരവും വൻ പരാജയമായി മാറി. ഇടവേളയ്ക്ക് ശേഷം റീമ കല്ലിംഗ് അഭിനയിച്ച തിയേറ്ററും ഫിമേജ് ഫാത്തിമയും മികച്ച അഭിപ്രായം നേടി. പ്രണവിലെ ക്യാരക്ടറിന്റെ അപ്ഡേറ്റ് വേർഷൻ കണ്ടു DS ഹീറോയിൽ. വിലായത്ത് ബുദ്ധ പ്രതീക്ഷിച്ച ഓളമുണ്ടാക്കിയില്ല. ഏറ്റവും മികച്ച അഭിപ്രായമായി തിയേറ്ററുകളിൽ തുടരുന്നു. ഒടുവിൽ അയാളും എത്തി. കഥാപാത്രങ്ങളിൽ തുടരുന്ന പരീക്ഷണത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമായി കളങ്കാവൽ. മെഗാസ്റ്റാറിനും വില്ലനും നായകനാവുന്ന വിനായകൻ. ഈ വർഷം ഇറങ്ങിയ വെബ് സീരീസുകൾ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ, ദ കേരള ക്രൈം ഫയൽസ്, സംഭവ വിവരണം, 4.5 സംഘം എന്നിവയും ശ്രദ്ധ നേടി. സർക്കിട്ടിലെ ആസിഫ് അലി, റോന്തിലെ ദിലീഷ് പോത്തനും, തലവരയിലെ അർജുൻ അശോകൻ, തുടരുമിലെ പ്രകാശ് വർമ്മ, ക്രൈം ഫൈറ്റ്സിലെ സീസൺ 2-ലെ ഇന്ദ്രൻസ്, ഹരിശ്രീ അശോകൻ എന്നിവരും 2025 എടുത്തു പറയേണ്ട ചില പെർഫോമൻസുകളാണ്. പടക്കാലത്തിലെ ഷാജിയെ പഴയ എന്ന് സുരാജിനെ ഉറപ്പിക്കുകയും ചെയ്തു. ആ ഷാജി അതേ ചിത്രത്തിൽ അവതരിച്ച് ഷറഫുദ്ദീനെ ഞെട്ടിക്കുകയും ചെയ്തു. തിയേറ്ററിൽ ശ്രദ്ധിക്കാതെ പോയ നാരായണിയുടെ 3 മക്കൾ, മൂൺ വാക്ക്, അവിഹിതം എന്നീ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയ വലിയ ചർച്ചകളാണ്.